ലച്ചൂസ് വേയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ നേരിട്ട് വന്ന് വീഡിയോസ് ചെയ്തിട്ട് കുറച്ച് ദിവസമായെന്ന് തോന്നുന്നു. കാരണം വേറൊന്നുമല്ല, എൻ്റെ വീഡിയോയ്ക്കകത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും പനിയായിപ്പോയി. കാരണം ഈ പനി വന്നെന്ന് പറയുമ്പോൾ എല്ലാവരും ഇപ്പോൾ ഓർക്കും ഒരു പനി വന്നെന്ന് പറഞ്ഞ് എന്താ എന്നുള്ളത്. പക്ഷേ ഈ പനി എന്ന് പറഞ്ഞാൽ എന്താ പറയട്ടെ, നമ്മുടെ കോവിഡാണോ എന്തോ ആണോ ഒന്നും അറിയത്തില്ല. അതിൻ്റെ ആട്ടിലും മാരകമായിട്ടുള്ളത് ദേഹത്ത് വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഹത്ത് വേദന. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ തലയ്ക്കകത്ത് ഭയങ്കര വേദനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതിൻ്റെ കൂടെ ചുമയും എല്ലാം കൊണ്ടും ഒത്തിരി അനുഭവിച്ചു. ഇത് ഏട്ടനാന്നേൽ കമ്പനി പോയപ്പം അവിടുന്ന് എവിടുന്നോ കിട്ടിയ പനിയാണ്. പക്ഷേ ആദ്യമൊക്കെ ചേട്ടന് ഇങ്ങനെ വയ്യാന്നൊക്കെ ഒത്തിരി ദേഹത്ത് വേദനയൊക്കെ എടുക്കുന്ന കണ്ടപ്പോൾ ഞങ്ങൾ വലിയ ഇതാക്കിയില്ല. പിന്നെ ഏട്ടൻ തന്നെ പറഞ്ഞു ഇതുപോലെ ഹോസ്പിറ്റലിൽ പോവാം എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പം ഡെങ്കു വരെ ടെസ്റ്റ് ചെയ്തു. ഡെങ്കുവിലെല്ലാം നെഗറ്റീവാണ്. അപ്പോൾ എന്തോ വൈറൽ ഫീവറാണെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ വന്നത് ആദിക്കുട്ടനാണ്. അവന് പിന്നെ പനി എവിടെ കൂടെ അയലൊക്കത്തു കൂടെ പോയാലും അവന് പിടിക്കും. അപ്പം അവന് വന്നു കഴിഞ്ഞ് അന്നേരമൊന്നും എനിക്കും വലിയ കുഴപ്പമില്ല. അവന് വന്നു കഴിഞ്ഞ് പിന്നെ അനിയത്തി വന്നു, അവൾക്ക് വന്ന ശേഷം പിന്നെ എനിക്കായത്. എനിക്കായിക്കഴിഞ്ഞ് എന്തോ പറയണ്ടേ, ഒരാഴ്ച ഉറക്കവുമില്ല. ഒരു വക ചോറെന്ന് പറയുന്നത് നമുക്ക് ആഹാരം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ വെറുത്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആദ്യമായിട്ടാണ്. ഇതുപോലെ ആഹാരം കഴിക്കാനും തോന്നുന്നില്ല. ആഹാരം ഭയങ്കരമായിട്ട് വെറുത്തു. പിന്നെ എപ്പോഴും നോക്കിയാലും ഉറക്കം എന്നുള്ള നമ്മൾ കട്ടിലിൽ ചെന്ന് കിടക്കുമെന്ന് നമ്മൾ കണ്ണടഞ്ഞു പോകുന്ന അറിയത്തില്ല. അതുപോലെ ഭയങ്കര ക്ഷീണവും ദേഹത്ത് വേദന ഒക്കെ ഭയങ്കരമായിരുന്നു. പിന്നെ ഞാനും പോയി പ്രൈവറ്റിൽ പോയി ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞപ്പോൾ ഇച്ചിരി മാറ്റം ഉണ്ടായാലും പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ അതേ പടിയായി. ഇപ്പോഴാണ് ഒന്ന് ഒരു പഴയ ഒരു ഞാനായിട്ടൊക്കെ ഒന്ന് ഇതായി വരുന്നത്. അവൾക്ക് അനിയത്തിക്ക് വന്നപ്പോൾ ഇച്ചിരി ഭയങ്കര കൂടുതൽ. ഓൾറെഡി ഷീസ് പ്രഗ്നൻറ്റ്. അത് ഞാൻ പറഞ്ഞല്ലേ, അതിപ്പോഴേ ഞാൻ പറയണ്ടെന്ന് ഓർത്തു. അതും കൂടെ ആയപ്പോൾ അതാ ഏറ്റവും വലിയ വിഷമം. അവൾക്ക് ആയല്ലേ ഏറ്റവും വിഷമം. പിന്നെ അപ്പയ്ക്കും താഴെ എല്ലാവർക്കും ആയി. അങ്ങനെ മൊത്തത്തിൽ ഇതായിട്ടിരിക്കും. ഇപ്പോഴും ആ ഒരു ഇതിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. ഇനി വല്ല ആഹാരമൊക്കെ കഴിച്ച് ഒന്ന് ഇതായാലേ ശരിക്കും നമുക്ക് ആ ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് തോന്നുന്നു കുറച്ച് മുഖത്തൊക്കെ ഒന്നും കൂടെ നീരായെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഈ പനിയുടെ ആയിരിക്കും. പക്ഷെ നല്ലപോലെ ക്ഷീണിച്ചു. ആദ്യക്കൂട്ടിനത് ശരിക്കും അങ്ങ് വെച്ചിരുന്ന വണ്ണമൊക്കെ വെച്ചിരുന്നപ്പോൾ ഒരുപാട് ക്ഷീണിച്ചു. എനിക്ക് തോന്നുന്നു ഇനിയും വീഡിയോസായിട്ടൊക്കെ എനിക്കിനിയും വരണം. കാരണം ഈ പനിയൊന്ന് ഒക്കെ ഒന്ന് മാറി പഴയ പോലെ ആരോഗ്യമൊക്കെ ഒന്ന് വീണ്ടെടുത്തിട്ട് വേണം ഇനിയും പഴയ പോലെ ഒന്ന് ഉഷാറായി വരാൻ. അപ്പം ഇതിപ്പം എനിക്കൊന്ന് പറയണമെന്ന് തോന്നി എല്ലാവരുടെ അടുത്തും. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ തന്നെ വന്ന് വീഡിയോയുടെ മുമ്പ് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പം വലുതായിട്ടൊന്നുമില്ല, ഇനിയും വീഡിയോസ് വരുന്നുണ്ട്. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക ഈ പനിയൊക്കെ ഒന്ന് പെട്ടെന്ന് കുറഞ്ഞ് കിട്ടാൻ. നേരെ വിളക്ക് എത്തിച്ചിട്ട് എന്നാൽ താഴോട്ട് പോകാമെന്ന് വെച്ചു. ആദിക്കുട്ടൻ താഴെയാണ്. സൂര്യാസ്തമയ സമയമായി. ഞാൻ എപ്പോഴും ഈ ഒരു വൈബ് കാണാനാണ് കൂടുതലായിട്ടും താഴോട്ട് ഇറങ്ങിപ്പോകുന്നത്. നമ്മുടെ വീടിൻ്റെ പുറഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നല്ല പോലെ കാണാം. അതുകൊണ്ട് എന്ത് ഭംഗിയെന്ന് നോക്കി കാണാൻ. ഇവിടെ ഇരിക്കുമ്പോഴേ കേൾക്കാം അപ്പയുടെ ആദിയുടെ സൗണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒത്തിരി കാക്കകളൊക്കെ പറന്നു പോകും ഇതുവഴി. പനിയൊക്കെ പിടിച്ച് കോലം കെട്ട്. തിങ്കളാഴ്ച തൊട്ട് സ്കൂളിൽ പോണം. ക്ഷീണം മാറാതെ എങ്ങനെ? സ്കൂളിൽ പോകുന്നതിൻ്റെ കാര്യം മാത്രം ഞങ്ങളുടെ അടുത്ത് പറയല്ലേ, ഞങ്ങൾക്ക് മടിയാണ്. അപ്പം ഇനി നേരെ വിളിച്ച് മേളിലോട്ട് കൊണ്ടുപോട്ടെ. അപ്പം ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ കേട്ടോ.
അപ്പം പുതിയ വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ഓക്കെ ബൈ, സീ യു.